ഗൈസ്, അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ തെക്ക് ഐലൻഡിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നോക്കിയപ്പോൾ വെറും 21 വ്യൂസേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചിലപ്പോൾ തമ്മിൽ മാറ്റുമ്പോൾ പോകുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി ക്രൗഞ്ച് ഐ ഡോണ്ട് നോ. ഓക്കെ, ഇവിടെ ലെറ്റർ: നിനക്ക് ഈ വീട് അന്യമായിരിക്കാം, പക്ഷേ ഈ വീട് നിന്നെ മറന്നിട്ടില്ല. എന്ത്? ചിലപ്പോൾ നമ്മളായിരിക്കും ഗൈസ് കുടുംബം പോറ്റിയുടെ വേറെ അഡീഷൻ ആയിരിക്കുമോ, അറിയില്ല. ചിലപ്പോൾ നമ്മളായിരിക്കും ആദ്യം കഥ പറയുമ്പോൾ മറ്റേ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പുരുഷൻ നമ്മളായിരിക്കും ഇനി. അപ്പം നമ്മുടെ ഭാര്യയായിരിക്കും ഇവിടെ പ്രേതം, അറിയില്ല മച്ചന്മാരെ. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഓട്ട വഴി ഒന്ന് ക്രൗൺ ചെയ്തിട്ട് പോകാം. അപ്പോൾ ലെറ്റ്സ് ഗോ. ക്രൗൺ ചെയ്ത് എത്താറായിട്ടുണ്ട്. ഇവിടെ വന്നു നമ്മളങ്ങനെ. അവസാനം നിന്റെ ഭാര്യയെ തേടി വന്നല്ലേ? എൻ്റെ മച്ചു, ഇതെന്താടാ ഇത്? എടേ ഷിറ്റ്, ഇത്രയ്ക്ക് ഹൈ ഗ്രാഫിക്സും ഇത്രയ്ക്കും മലയാളം സൗണ്ട് വന്നറിഞ്ഞാൽ മലയാളം യക്ഷിയാന്ന് തോന്നുന്നു. മലയാളം ആദ്യമായിട്ടുണ്ട് മച്ചു ഇങ്ങനത്തെ വീഡിയോസിലൊക്കെ കേൾക്കുന്നത്. ഓക്കേ, അപ്പോൾ ആദ്യത്തെ ന്യൂസിലും മലയാളം ഉണ്ടായിരുന്നു, അത് ഞാൻ കേൾപ്പിച്ചില്ല. അപ്പോൾ അറ്റ് ലാസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാം. നമുക്ക് എന്തായാലും ഓടോ. ഇതെന്തായാലും തേർഡ് പാർട്ട് അങ്ങനെ വരിക ഗൈസ്. തേർഡ് പാർട്ട് അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ട് വരില്ല. എന്തായാലും നമ്മൾ ഇന്ന് തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോർച്ച് കണ്ടുപിടിക്കാം. ഈ ടോർച്ച് എടുക്കാൻ പറ്റില്ല. ടേൺ ഓഫ് യെറ്റ്. ഇതൊന്ന് ഓഫ് ചെയ്ത് നോക്കാൻ. എന്താ ഇത്? അയ്യോടെ ഇരുട്ട്. എന്താ അയ്യോ, ഇരുട്ടാണല്ലോ. കണ്ണ് കാണാൻ പറ്റുള്ള മച്ചാന്മാരെ. അപ്പോൾ കണ്ണ് കാണാനുള്ള എവിടെയാണോ എന്ത് ഗൈസ്, ഇവിടെയാണെന്ന് തോന്നുന്നു. കുത്തി നോക്കാം. കുത്ത്. ടോർച്ച് കിട്ടി. ഓഫ് യെറ്റ് വേണ്ട ഗൈസ്, നമുക്ക് ഇനി ഓഫ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇവിടെ ഇനി നമുക്ക് വെട്ടമില്ലാതെ എങ്ങനെ കേസ് പോകുന്നത്? ഓക്കെ, ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പോൾ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ പർപ്പിളിൽ ഇപ്പോൾ നമ്മുടെ സെയിലുണ്ട്. ഒരെണ്ണം വാങ്ങി ഒരെണ്ണം ഫ്രീ, എന്തോ അങ്ങനെ കിട്ടുന്നതാണ്. വേണമെങ്കിൽ ഇപ്പോൾ മെയിൽ പ്രോഡക്റ്റും ഫീമെയിൽ പ്രോഡക്റ്റും ഉണ്ട്. എന്തോ അങ്ങനെ ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ടോർച്ച് കണ്ടുപിടിക്കാം. നമ്മുടെ ന്യൂബിയുടെ വീഡിയോ കണ്ടിട്ട് വരാമേ. നമ്മൾ ടോർച്ചും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ ഇനി എന്ത് ക്രൗൺസ്. ഓക്കെ, നമ്മൾ ഒരിടത്ത് തന്നെയാണ് വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗ്ലിച്ച്. ഓക്കെ, നമ്മൾ നേരത്തെ നിന്നിടത്ത് തന്നെയാണ് നമ്മൾ വീണ്ടും നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല ഗൈസ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഗൈസ്, നമുക്ക് പുതിയൊരു സബ്സ്ക്രൈബറിനെ കിട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ ഏതോ ഒരു ബ്ലൂ കളർ ഫേസ് ചെയ്ത് പറഞ്ഞു. നമ്മുടെ ഒരു കീ ഉണ്ടല്ലേ, ഈ കീ ആയിരിക്കും ഇനി. ബേസ്മെൻറ്റ് കീ. ഡോർ ഹാസ് നോട്ട് ഓപ്പൺ ആയില്ല. ഓടാ കയ്യ. ഓക്കെ, ഇത് ലാഗാണ്, ബഗ്ഗാണ്. നമുക്കെന്തേലും ബഗ് ആയതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് റിസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ കമ്പ്യൂട്ടർ അങ്ങ് അടിച്ചു പോകുന്നതാണ്. ഓക്കെ മച്ചന്മാരി, അത് മറക്കണ്ട. സ്ട്രീമിൽ ചെക്കൗട്ട് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ചിലപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. ഷീറ്റ്. അപ്പോൾ ഒന്ന് ലാഗൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാൻ വെയിറ്റ് ചെയ്യും. ലാഗൊക്കെ മാറ്റി നമ്മളൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി. എൻ്റെ ഡയറിയാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. എന്തോ അപ്ഡേറ്റ് ആൻഡ് ഡയറി എന്നൊക്കെ പറയുന്നുണ്ട് അവർ. എന്താണെന്നറിയില്ല മച്ചന്മാർ. നമ്മുടെ കുടുംബം പോറ്റി ഇതുവരെ ഞാൻ കണ്ടില്ല. കുടുംബം പോറ്റിയുടെ തുറയ്ക്കാൻ വന്നിട്ട് കുടുംബം പോറ്റി കുടുങ്ങിപ്പോയെന്നാണ് തോന്നുന്നത്. എന്താ നീഡ് ടു ഫിൽഡ് വിത്തൗട്ട് എന്ത് ചായ? എന്താ അത്? ഐ കാണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി സ്റ്റേയിങ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഇവിടെ പീക്കാച്ചു ഉണ്ടെന്നൊക്കെ ഉള്ളായിരുന്നല്ലേ. എന്താ അത്? ഫിൽഡ് വിത്തൗട്ട്. ഇവിടെ വല്ല വിത്തൗട്ടും ഉണ്ടോ? എന്തെങ്കിലും വിത്തൗട്ട് കാണുമായിരിക്കും. അത് എന്താ വെച്ചിട്ടില്ല. ടോർച്ച് നീഡ് ടു ഫിൽഡ് വിത്തൗട്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടോർച്ചില്ല, അതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ടോർച്ച് വേണ്ട, കാരണം ഇവിടെ നല്ല വെളിച്ചം ഉണ്ടാവും. വെളിച്ചമില്ലാത്ത ഒരു കയറുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ,
ഓടെ നമ്മളിപ്പോൾ രാത്രിയാണല്ലോ, രാവിലെ വന്നതാണ് നമ്മൾ ജീപ്പും തപ്പി നമ്മുടെ ഭാര്യയെ എടുത്തുകൊണ്ട്, അല്ല ഭാര്യ എടുക്കാൻ. ടോർച്ച് വിത്തൗട്ട് ടോർച്ച് ഓഫ് ചെയ്യണോ? വേണ്ട മച്ചന്മാർ, അങ്ങനെ ഇത് വരില്ല. ഡയറി ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, എൻ്റെ ഡയറി 1983 കഥ തുടങ്ങി. 84 സോറി. ഓയിൽ ഇത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓക്കെ, നമുക്ക് ടോർച്ച് കിട്ടി. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഫൈനലി ഏതോ ഒരു മുറിയിലെത്തി, ഇതുവരെ പരിചയമില്ലാത്തൊരു മുറിയിലേക്ക് എത്തി. അപ്പോൾ ആശ്വാസം, ഇനി ചത്താൽ മതി. ഓക്കെ, നമ്മൾ പരിചയമില്ലാത്ത മുറിയെത്തി. അതെന്താ പ്രേതാത്മാവ് അവിടെ? ഇതെന്താ ഇലയൊക്കെ പറക്കുന്ന? ഇങ്ങനെയൊക്കെ ഉണ്ടോ ഗൈസ്? സാധാരണ പൊടി പറക്കണയൊക്കെ കണ്ടിട്ടുണ്ട്, ഇല പറക്കണ. ഓക്കെ ഓക്കെ. ഓ, എൻ്റെ ഒച്ചയൊക്കെ ഭയങ്കര കിടുക്കനാണ്. ആഡഡ് അലമാര. വാട്ട് ഹാപ്പൻഡ് ഹീറോ? ആ രാത്രി ഈ മുറി മാത്രം എല്ലാ അതിൻ്റെ ഐ തിങ്ക് ഈ മുറിയിലാണ് അന്ന് രാത്രി നമ്മുടെ മറ്റേ പ്രേതം വന്ന് എല്ലാവരും പിടിച്ചുകൊണ്ട് പോയി എന്ന് തോന്നുന്നു. ആ ഗൈസ്, മണിയറയിലാണല്ലോ പിടിച്ചത്. ലാസ്റ്റ് നമ്മൾ ഇവിടെ വെച്ചാണ് മറ്റവനെ കൊന്നത്. ആ, കിട്ടി കിടച്ചിട്ടാടാ. ഓക്കെ, നിങ്ങളാരെങ്കിലും നമ്മുടെ ഈ ഗെയിം കളിക്കാന്നുണ്ടെങ്കിൽ സ്ട്രീം ചെയ്ത് ഇപ്പോൾ ചെക്കൗട്ട് ചെയ്ത് വെറും 500 രൂപയുള്ളൂ. എല്ലാവരും വാങ്ങി അങ്ങ് പർച്ചേസ് ചെയ്യുക. 500 ആണോ 1000 ആണോ എന്നറിയില്ല. എന്തായാലും ഞാൻ ഫുള്ളൊന്ന് നോക്കിയിട്ട് വരാൻ പോവും നമ്മൾ. ഓക്കെ, നമ്മളിതുവരെ ഒരു പ്രേതത്തിന് രക്ഷയും കണ്ടില്ല. എൻ്റെ അത് പ്രേതവും രക്ഷയില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും എന്തോ കിടക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഇത് കിട്ടി. ഇതുവരെ ഞാൻ പ്രേതത്തിനെ പോലും കണ്ടില്ലടാ. ഞാൻ ആദ്യം ആ പെണ്ണ് ഇറങ്ങി ഓടണ കണ്ടു. അതിൻ്റെ പുറകെ ഓടിയിരുന്നെങ്കിൽ ആ പ്രേതം പിടിച്ച് തിന്നുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗെയിം അങ്ങ് ഔട്ടാവുകയും ചെയ്യാമായിരുന്നു. ഞാൻ ഇതുവരെ റീസ്പോൺ ആയില്ല, ഒന്നും ആയില്ല. ഓക്കെ, റീസ്പോൺ ആവുമെന്ന് അറിഞ്ഞുകൂടാ. ഇങ്ങനെ നമ്മൾ ചാവുകയാണെങ്കിൽ ആദ്യം തൊട്ട് കളിക്കേണ്ടി വരും. ഇങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം തൊട്ട് കട്ടിലിൽ നിന്ന് നീട്ടി സുധാകരൻ കുറുപ്പിനെ പോലെ ആവും. കയറുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എൻ്റെ കയറാൻ പറ്റാൻ അത്രയും കയറുന്നുണ്ടാവും. കയറണമല്ലോ. ഓക്കെ, അപ്പം നമ്മൾ കയറുന്നുണ്ടേ. എത്തിയാ ഇടത്തും കയറിയില്ലേ ഗൈസ്? ഞാൻ അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അത് കയറാൻ നമുക്ക് വേറെ എന്തോ ഒരു ഓപ്ഷനാണ്. അത് നമുക്ക് ടോർച്ചില്ലാതെ കണ്ടുപിടിക്കാനും പറ്റില്ല. ഇത് അടിയിലോട്ട് ബേസ്മെൻ്റ് ആണോ? ഇതിന് മുമ്പ് കണ്ടില്ലല്ലോ. ഇത് പൂജാമുറി ആയിരിക്കും. ഇതിന് മുമ്പ് ഞാൻ ഈ സംഭവം കണ്ടില്ലല്ലോ ഗൈസ്. നമ്മളെ റിയൽ ഗെയിം കേരളയിൽ വല്ലതും ആണെങ്കിൽ ഞാൻ അപ്പുറത്ത് ചാടി കിടക്കുമായിരുന്നു. ഇത് അങ്ങനെയൊന്നും പറ്റൂല. ഗെയിമല്ലേ. ഓക്കെ, അതുകൊണ്ട് പറ്റൂല. അപ്പോൾ ഏകദേശം ഗെയിം എനിക്ക് ധാരണയുണ്ട്. ഞാൻ ചാടുമ്പോൾ വല്ല പ്രേതം വന്ന് കടിക്കുമെന്നാണ് പേടി. അറിയില്ല മച്ചാന്മാരെ. ഇത് ഗ്രാനി വല്ലതും ആണെങ്കിൽ റീസ്പോൺ അടിച്ചെങ്കിലും വരുന്നത്. ഇത് ഗ്രാനിയും അല്ല, ഒരു ക്രൂണിയുമല്ല. ഓക്കെ, അവിടെ ഫ്രീക്കിൻ്റെ ചാനലിൽ ചെക്കൗട്ട് ചെയ്യാത്ത എല്ലാവരും കയറി അങ്ങ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ ഗായ്സ്, എൻ്റെ പേരിട്ടിപ്പോൾ ഫ്രീക്ക് 2.0 YT എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്കിൻ്റെ 2ാമത്തെ ചാനൽ എൻ്റെ പേരിട്ട് ഇപ്പോൾ ഇറക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ പേര് പണ്ടത്തെ VV എന്നായിരുന്നല്ലോ, അവൻ അതിട്ടാണ് ഇപ്പോൾ ഇറക്കുന്നത്. എല്ലാവരും അങ്ങ് അൺസബ്സ്ക്രൈബ് ചെയ്തോളാം, ആവശ്യമില്ല. ഓക്കെ, നമ്മൾ പുറത്തെത്തിയ അപ്പോൾ രക്ഷപ്പെട്ടില്ല. ഓർഡറാ. ആ, ഭാര്യ മറന്നുപോയി. ഭാര്യയും കൊണ്ടുപോകണമല്ലേ. ഇതെന്ത് ചെടിയാ? എന്ത് ചെടിയാണോ എന്തോ അറിയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് എന്തെങ്കിലും ന്യൂ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിലും പറയാം. നമ്മളിവിടെ ഒരു താമര കിട്ടി നമുക്ക്. ഈ താമര, അയ്യോ ഇതെന്താ ഇത്? എൻ്റെ പൊന്നോ, പേടിച്ചും പോയിട്ട് മച്ചൂസ്. 10 മിനിറ്റ് ആവാറായി. അതിന് മുമ്പേ ഗെയിം എങ്ങനെയെങ്കിലും എൻഡ് ചെയ്യണം. അപ്പോൾ தெரியாது ഗൈസ് എപ്പിടി എൻഡ് ചെയ്യണമെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോസ് തമിഴിലും കാണുന്നുണ്ട്. ചിലപ്പോൾ ഇംഗ്ലീഷുകാരൊക്കെ കാണുന്നുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കുറേ ഹിന്ദിക്കാരും ഇംഗ്ലീഷുകാരും എല്ലാവരും കിടപ്പുണ്ട്. അതൊന്നും വിഷയമാക്കണ്ട. നമുക്ക് ഇതുവരെ ഒരു യക്ഷിയും കണ്ടില്ല, ഒരു ഇതിനെയും കണ്ടില്ല. അപ്പോൾ
കുറേ ദൈവത്തിന് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഈ പൂജ ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു നമ്മുടെ ഭാര്യയെ നമുക്ക് തിരിച്ചിടുന്നത് കുടുംബം പോറ്റിയുടെ പിക്ചർ ഞാൻ കണ്ടു. അത് കാണിച്ചു തരാൻ പറഞ്ഞു. കാരണം ഞാൻ വല്ലതും കിട്ടുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ സ്ക്രീൻ റെക്കോർഡർ ഓൺ ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ തിരിച്ച് ആ താമര എടുത്തപ്പോഴാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡിൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ സ്ക്രീൻ റെക്കോർഡർ എന്തോ ഒരു മണിയുടെ ഒച്ച വയ്ക്കുന്നുണ്ടല്ലോ. ആരുടെ അത് മണിയിലേക്ക് കാണിക്കുന്നത്? ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ പറയുന്നതായിരിക്കും. എല്ലാവരും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തൊക്കെ വച്ചേക്ക്. ഭാവിയിൽ ഉപയോഗം വരുന്നത് എനിക്കാണേ, നിങ്ങൾക്കല്ലല്ലോ. നിങ്ങൾക്കാണെങ്കിൽ ചാനലോണെങ്കിൽ ഞാൻ നേരെ സബ്സ്ക്രൈബ് ചെയ്ത് തരാം മച്ചൂസ്. ഓക്കെ, നമുക്കങ്ങനെ പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഭാര്യയും കൊണ്ടേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ മച്ചു. ഇല്ലടത്ത് വെള്ളം ഊടാ കറക്റ്റ് പണ്ടത്തെ നമ്മുടെ വീടുകൾ തന്നെ. പക്ഷേ ഭ്രമയുഗത്തിൽ ഇങ്ങനെയല്ല. ഭ്രമയുഗത്തിൽ വെള്ളം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ അകത്താണെങ്കിൽ ഒരുമാതിരി വലയൊക്കെ പിടിച്ച് പല്ലിയൊക്കെ ചത്ത് കിടക്കുന്ന വെള്ളത്തിൻ്റെ അകത്താണ് അവൻ വായും കഴുകി കുളിക്കുന്നത്. അതൊന്നും എനിക്കിഷ്ടമല്ല അങ്ങനെ. അപ്പോൾ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊരു 20 മിനിറ്റ്സ് അങ്ങനെ എടുക്കാം നമ്മുടെ ഈ വീഡിയോ. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം നമുക്ക് നേരെ ഇപ്പം കുറേ നമുക്ക് ന്യൂ ഐറ്റംസ് അറിയാനുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ഭാര്യയെ കണ്ടുപിടിക്കണം. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് നേരെ ഭാര്യയെ കണ്ടുപിടിച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോൾ. ഓക്കെ, എന്തോ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല. നിലവറ റായാണല്ലോ. ഞാൻ വാ എന്നാ വെച്ചത്. ഓക്കെ, നിലവറ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതായിരിക്കും ഇനി നിലവറയുടെ വല്ല സാധനവും. വീൽ കപ്പ് പോലും അല്ല, വീൽ കപ്പ് കാറിലാണല്ലേ. ഇന്നലെ കേസ് നമ്മൾ നിലവറയെ കൊണ്ട് നമ്മളെ സാധനം വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തുറന്നാൽ മതി. നമ്മുടെ കയ്യിലുള്ള 2 സാധനം നിലവറയിൽ വച്ചു. ഒരു വീൽ കപ്പും പിന്നെ ഒരു യുദ്ധത്തിൻ്റെ ഒരു കമ്പും അതും വച്ച് ഇനി തുറക്കാം. ഇതെന്താ ഇതെന്താകുമ്പോ കല്ലാണല്ലോ ചുറ്റിനും. അത് പൊക്കത്തെ ഫ്ലോറാണ്. ബ്ലഡോ ഇവിടെ ചാത്തന് വിണ്ടാത്തായിരിക്കും ഇനി. தெரியாத മച്ചൂസ്. ഇതെന്താ ഇത്? കുടുംബം പോറ്റി. ഇപ്പത്തെന്തോ ഇത് ബ്രിക്ക്. അപ്പുറത്ത് ചാത്തൻ. അപ്പം ഇതിൻ്റെ അടി ചാത്തൻ കാണും. ഗെയിമിലെ ചാത്തനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ്. ഇപ്പോൾ ചാത്തനെ കാണാം. നമ്മുടെ ചാത്തൻ GTA 5 ഏലിയനെക്കാട്ടി അത്രയും കാണുമായിരിക്കും ചാത്തൻ ചിലപ്പോൾ. ഇത് സുഭാഷാടി, ഇതിങ്ങനെ കിടക്കണേ. സുഭാഷേ കാണാനില്ല സുഭാഷിനെ. സൺറൈസ്. ഇത് ചാത്തൻ്റെ സ്ഥലമാണ്. കിട്ടി മച്ചൂസ്, കിട്ടിയിട്ടാ. ചാത്തനീൻ്റെ അകത്തുണ്ട്. ചാത്തനീൻ്റെ അകത്ത് തന്നെ ഉണ്ട്. കാണണമെങ്കിൽ ഞാൻ തിരിഞ്ഞു നോക്കില്ല, അമ്മാതിരി സ്പീഡിൽ ഓടും ഞാൻ. എൻ്റെ ഇടയിൽ ഇത് വെച്ചിട്ടാണ് ടോർച്ച്. അങ്ങനത്തെ താറാതി ഇവിടെ. ഇത് നമ്മുടെ തമ്മിലല്ലേ? ഓക്കെ, വിഷയമില്ല. അപ്പോൾ ഗൈസ്, എൻ്റെ കൂട്ടുകാർ കുറേ പേര് പറഞ്ഞു ഈ സൗണ്ട് നീ ഒന്ന് മാറ്റി പിടിക്കാൻ, കാരണം എൻ്റെ സൗണ്ട് ഒരുമാതിരി ഇതാവുന്നു എന്നൊക്കെ പറഞ്ഞു. ഇതെന്തെൻ്റെ ഇതല്ലേ മറ്റേ പ്രേതം ടോളിൻ്റെ അകത്ത് കയറിയത് ഇതായിരിക്കും ചിലപ്പോൾ. നന്ദ എടാ, അപ്പം ഗെയിം തീർന്ന്. ഈ പാവയും കൊണ്ട് തീയിലിട്ടാ പണി തീർന്നു. ഓക്കേ, കിട്ടി. ഓക്കെ, കിട്ടി. ഇത് ആവശ്യത്തിനെല്ലാം കിട്ടി. എന്താന്ന് പറഞ്ഞാൽ ഇതിനെ എടുത്ത് ഇതിനെ വയ്ക്കാം. ഈ പാവയെ എടുത്ത് നമുക്ക് തീയിലെ കൊണ്ട് വയ്ക്കാം. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിയും എന്നാണ് പറയുന്നത്. പാവേ ഓക്കെ, പാവേ എന്ത് ചെയ്യൂടെ? ഇത് എടുക്കാൻ പറ്റുള്ളല്ലോ എനിക്ക്. എന്താ റെഡ് കളർ എന്തോ പറ്റണം. എന്താണെന്തോ അറിയില്ല. അമ്മ പോടാഴ്ച ഇതെന്താ ഓടാ. ഞാൻ പേടിച്ച് തല കയറിപ്പോയെന്നൊന്ന്. അമ്മാതിരി വെച്ചില്ല ഞാൻ കയറി. എന്താ നമ്മൾ ഷെല്ലിൻ്റെ അകത്ത് എന്തുകൊണ്ടിരിക്കണേ? ഡയറി ഉണ്ട് നമ്മുടെ കയ്യിൽ. ഡയറി. ഓക്കെ, കിട്ടിയടാ.
തുറക്കണല്ല എന്തൊരു ഓ ഇലക്കകത്തൊരു പന്നി വെച്ചിട്ടുണ്ട്. പന്നി അല്ല ആടിൻ്റെ തല. 15 മിനിറ്റായി വേറെ ഒരു ഇതും നടന്നില്ല. ഓക്കെ ഇനി പാവ എടുക്ക്. പാവ പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ അങ്ങനെ തീ സെറ്റാക്കണം. അപ്പോൾ തീ സെറ്റാക്കിയിട്ട് കാണാൻ കഴിച്ചു. കാരണം തീ സെറ്റാക്കാൻ കുറേ പണിയുണ്ട്. നിങ്ങളങ്ങനെ ബോറടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമുക്ക് തീ സെറ്റാക്കാൻ തരും. ഫൈനലി നമ്മൾ തീയും കാര്യങ്ങളൊക്കെ കത്തിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ കത്തിക്കുന്ന ട്രിക്ക് ഞാൻ അങ്ങനെ വീഡിയോ കണ്ട് കിട്ടി. നമ്മുടെ പാവയുടെ ഇരിപ്പുണ്ട്. തീ കത്തിക്കുമ്പോൾ ബാധ ഒഴിയുമെന്നാണ് പറയുന്നത്. ബാധ ഒഴിഞ്ഞാൽ മതിയായിരുന്നു. 10 തലയാ തനി രാവണനാ ഞാൻ. കത്തിയടാ ഇനി കത്തിക്ക്. ഓക്കെ വാടാ നമുക്കെന്തേറി നമ്മളിപ്പോൾ ഇത് നമ്മുടെ ദേഹത്താണ് പ്രേതം. താനാ വാവ് ചത്തി പ്രേതം ചോടാ. എൻ്റെ ഭാര്യ എവിടെടി? ഭാര്യ എവിടെയെന്ന് അവൾ പറഞ്ഞില്ല. എങ്കിലും നമ്മൾ പ്രേതത്തിനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭാര്യയെ തപ്പി നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഭാര്യ എവിടെ? എൻ്റെ ഇന്ദിര എവിടെയാണോ എന്തോ ഗൈസ് അറിയില്ല. എൻ്റെ പാവ ഇന്ദിര അവളുടെ അടുത്ത് എന്ത് തെറ്റ് ചെയ്തെന്തോ അവളിങ്ങനെയൊക്കെ കാണിക്കുക. എങ്കിലും നിന്നെ ഞാൻ കൊന്നില്ലേടി. വൗ ഇതെന്താ? എൻ്റെ അകത്താണ് ഇന്ദിര. ഓക്കെ ചാവി എന്തിൻ്റെയോ കിട്ടി കേട്ടോ ഗൈസ്. എന്തിൻ്റെ ചാവിയാണോ എന്തോ അറിയില്ല. ഇന്ദിര എവിടെ? ഇന്ദിര കിട്ടിയില്ലെങ്കിൽ ഇന്ന് വീട് കത്തിക്കും. അത്രേ ഉള്ളൂ. ഇന്ദിര എവിടെ? എനിക്ക് എൻ്റെ ഇന്ദിരയെ കാണണം. ഇന്ദിരേ കൂയ്. ഇന്ദിരേ നിൻ്റെ കെട്ടിയവൻ വന്നിരിക്കുന്നു. ഇന്ദിര എവിടാ? ഇന്ദിരയെ കാണാനില്ല ഗൈസ്. ഇന്ദിര എവിടെയാണോ എന്തോ തിരിയമാട്ടെ. ഇനി യക്ഷിയാണോ ഇന്ദിരയെ കൊന്നോ ഞാൻ അറിയില്ല. ഇന്ദിരേ കോയ് നിന്റെ കെട്ടിയോ വന്നിരിക്കുന്നു. ഇതാണ് ഇന്ദിര എവിടാ? தெரியாது ഗൈസ്. ഞാൻ വീട് മൊത്തം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഥകളി. ഇന്ദിരയെ കാണാനില്ല മച്ചാന്മാരെ. ഇന്ദിര എവിടാ? ഇന്ദിരേനെ ഇവിടെ കൊണ്ടിടുമോ എന്തോ അറിയില്ല. ഇന്ദിര എവിടാ? ഇതെന്താ? ഇത് വായിച്ചതല്ലേ വിട്ടളാ. ഇന്ദിര എവിടെ? എനിക്ക് ഇന്ദിരയെ കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനും വീട് മൊത്തം കത്തിച്ചിടും. എന്നിട്ട് 4ാമത്തെ നിലയിൽ നിന്ന് ചാടിയിട്ടും ചത്തില്ലെങ്കിൽ അതെൻ്റെ ഭാഗ്യമെന്ന് വിചാരിച്ചു. ഇന്ദിര എവിടാ? ഇന്ദിരയെ കാണാനില്ല കേസ്. ഇന്ദിരയെ കൊന്നു തോന്നണം. അവരൊക്കെ കൊന്ന ചാത്തനല്ല, ചാത്തൻ്റെ അച്ഛനെ തളകിഞ്ഞേന്ന്. ചാത്തൻ്റെ അച്ഛനെ തളകിഞ്ഞേ. എവിടാ ഇന്ദിര കൊന്നടാ. നിന്നെ ഞാൻ ഇല്ല ചാത്തൻ കാണിച്ചില്ല. ചാത്തൻ്റെ പടമൊക്കെ ഉണ്ടായിരുന്നു. കിട്ടിയാ നോക്കാം നമ്മുടെ ഭാഗ്യ. കിട്ടി ഫൈനലി ആദ്യമായിട്ട് ഞാൻ ഒരു ഹൊറർ ഗെയിം കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ താങ്ക് യു ഗൈസ്. അപ്പോൾ ഹോബി ഗൈസ് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നറിയില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്ത് വയ്ക്കുക. നമ്മളാകെ തപ്പാത്ത ഒരു മുറിയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കാണെങ്കിൽ ആദ്യമേ അത് കണ്ടുപിടിച്ചെങ്കിൽ പോവായിരുന്നു കേട്ടോ. ഇതെന്താ റൊമാൻറ്റിക് സീനോ? പിടിക്കടാ, ചതിച്ചല്ലേടാ നീ എന്നെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും തെക്ക് ഐലൻഡ് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സ്ട്രീമിൽ ഇതുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ചെക്കൗട്ട് ചെയ്തേക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ടാറ്റാ.